ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാലേ ഒരാളെ തീർത്തും മനസ്സിലാക്കുക എന്നൂടെ അർത്ഥമുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അവിടെ പ്രേമമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇനിയിപ്പോ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറഞ്ഞ കരുതലും ഒക്കെ ഉണ്ടാവും. എന്റെ വിഷ്ണുവേട്ടനിൽ നിന്ന് എനിക്ക് കിട്ടിയതും ആ ഒരു സ്നേഹം. അതില് ഞാൻ ഭാഗ്യവതിയാ. സർവേശ്വരനോട് അതിന് നന്ദി പറയുന്നവളോ. എടോ, സ്നേഹം ഒരിക്കലും ഒരിടത്തും തോറ്റിട്ടില്ല, ഇനിയൊട്ട് തോൽക്കില്ല. സ്നേഹിക്കപ്പെടുന്നവരാണ് തോറ്റു പിന്മാറുന്നത്. യഥാർത്ഥ സ്നേഹം ഒന്നേ ഉള്ളൂ, അത് മരണം വരെ നിലനിൽക്കും ചെയ്യും. അതിന് താൻ നേരത്തെ പറഞ്ഞ പരസ്പരം മനസ്സിലാക്കാന്നുള്ളൊരു മഹത്വമായ കർമ്മം ഉണ്ടല്ലോ, അതിന് നമ്മൾ നൈസായിട്ടങ്ങ് കൂടെ കൂട്ടിയാൽ മതി. ചില മുറിവുകൾ മനസ്സിലേറ്റ അത് ഒരു കാലത്തിനും നമ്മളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല വിഷ്ണുട്ടാ. ചില വേദനകൾ, ചില അപമാനങ്ങൾ, കൂട്ടത്തിൽ നിൽക്കുന്നവരിൽ നിന്നുള്ള ഒഴിവാക്കലുകൾ, ഇതൊക്കെ മറന്നുപോയെന്ന് മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്താനേ പറ്റൂ. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അതൊരു വേദനയായി എന്നും ഉണ്ടാവും. അതിങ്ങനെ ഞാൻ മരിക്കുന്നത് വരെ നീറി നീറി മനസ്സിൽ കിടക്കും. ഞാൻ എന്റെ വേദനകളും കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ അതെന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് കിട്ടിയ വേദനകൾക്കിടയിൽ എവിടെയെങ്കിലും താൻ എന്റെ മുഖം കണ്ടതായിട്ട് ഓർക്കുണ്ടോ? അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആ ഒരു തണുത്ത കാറ്റടിക്കുന്ന ആശ്വാസം എനിക്ക് കിട്ടുന്നത്. എന്നാലും ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യ, വിഷ്ണുവേട്ടൻ എങ്ങനെ എന്നെ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുന്നു. എന്റെ കണ്ണ് നിറയാൻ അനുവദിക്കാതെ, എന്റെ നെഞ്ചു വിങ്ങാൻ സമ്മതിക്കാതെ, എത്ര വലിയ മോശ സമയത്തും നമ്മളിൽ നിന്നും വിട്ടുപോവാനാവാതെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാള്. അങ്ങനെ ഒരാള് എന്റെ കൂടെ ഉണ്ടാവുമ്പോ കിട്ടുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് വിഷ്ണുട്ടാ ഇപ്പോഴത്തെ ശാലിനിയുടെ പുനർജന്മം. ഞാനിപ്പോ കൊള്ളുന്നതും ആ തണല. എനിക്കറിയാം അതിൽ ഞാൻ സുരക്ഷിതയാണ്. എന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുവാൻ, സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കുവാൻ, മടുപ്പില്ലാതെ എന്നെ കേട്ടിരിക്കാൻ, പിന്നെ ഇങ്ങനെ ചേർന്നിരിക്കാൻ, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഈ കരങ്ങളുള്ളപ്പോ ഞാൻ തീർത്തും ഭാഗ്യവതി തന്നെയാ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഒന്ന് പ്രണയിച്ചടക്കാൻ സാധിച്ചിട്ടില്ല. കാരണം 100,000 വർഷങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നല്ലോ നമ്മുടെ ജീവിതം. ഇടയ്ക്ക് അതൊക്കെ ഓർക്കുന്നത് നല്ലതാ. നമ്മൾ അനുഭവിച്ച വേദനകളുടെ തീവ്രത അറിയുമ്പോഴേ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ജീവിതത്തിന്റെ സുഖം മനസ്സിലാക്കാൻ പറ്റും.